എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ദുരിതങ്ങളും പെയ്തൊഴിഞ്ഞ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ രാമായണ മാസം പകുതി പിന്നിടുകയാണല്ലേ. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഓരോ വെള്ളിയാഴ്ചയ്ക്കും ദേവി ഉപാസനയിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത്. എന്നാൽ ഈ വരുന്ന മൂന്നാമത്തെ വെള്ളിയാഴ്ച, അതായത് നാളെ എന്ന് പറയുന്നത് സാധാരണ ഒരു വെള്ളിയാഴ്ചകളെ പോലെ അല്ല. ദേവി പ്രീതിക്കും മഹാലക്ഷ്മി കടാക്ഷത്തിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു നക്ഷത്രവും ദിനവുമായിട്ട് ഒന്നിച്ചു വരുന്ന ദിവസമാണ്. ഈ ദിവസം നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ തടസ്സങ്ങൾ പോലും മാറ്റി വീടുകളിലേക്ക് ധനവും ഐശ്വര്യവും ആകർഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ അന്നേ ദിവസം ക്ഷേത്രത്തിലും വീട്ടിലും ചെയ്യേണ്ട ലളിതമായിട്ടുള്ള വഴിപാടുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വീഡിയോയിലൂടെ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി എന്തുകൊണ്ടാണ് ഈ മൂന്നാമത്തെ വെള്ളിയാഴ്ച ഇത്രയധികം വിശേഷപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഈ വെള്ളിയാഴ്ച വരുന്നത് അവിട്ട നക്ഷത്രത്തിലാണ്. അതായത് നാളെ നമുക്ക് അവിട്ട നക്ഷത്രമാണ്. അപ്പോൾ നമ്മൾ കർക്കിടക മാസം എന്നിട്ട് മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് കറക്റ്റ് നാളെ വരുന്നത്. ഈ അവിട്ട എന്ന് പറയുമ്പോൾ അത് ധനത്തിനും സമൃദ്ധിക്കൊക്കെ പേര് കേട്ടൊരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. മകരം കുംഭം രാശികളിലായി പരന്ന് കിടക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ അധീപൻ ചൊവ്വ ഗ്രഹമാണ്. അപ്പോൾ ചൊവ്വ ഗ്രഹത്തിൻ്റെ അധീപമായിട്ടുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ആ ചൊവ്വയുടെ ദേവതാ സാന്നിധ്യമുള്ള ഭദ്രകാളി, ദുർഗാദേവതി, മുരുക ഭഗവാൻ എന്നിവരെ അന്നേ ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് അളവറ്റ ഫലം നൽകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവരും പിന്നെ നമുക്ക് ഒത്തിരി തടസ്സങ്ങൾ, നമുക്ക് വീട് പണി തടസ്സങ്ങൾ, നമുക്ക് പൈസ കയ്യിൽ വരാതെ അത് ആവശ്യമില്ലാത്ത ചിലവുകളായിട്ടൊക്കെ വരുന്നവരുണ്ടല്ലോ, പിന്നെ കടബാധ്യതകൾ മൂലം വലയുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ വെള്ളിയാഴ്ച ചെയ്യുന്ന പ്രാർത്ഥനകളും വഴിപാടുകൾക്കൊക്കെ ജീവിതത്തിൽ വലിയൊരു ബലം തന്നെ നൽകും. അപ്പോൾ ഒത്തിരി പേര് പൈസയൊക്കെ സമ്പാദിച്ച് വെക്കും, പക്ഷേ ഏതെങ്കിലും രീതിയിൽ പല രീതിയിലുള്ള അസുഖങ്ങളായിട്ടും പല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചോർന്നു പോകുന്ന അവസ്ഥകളുണ്ട്. അതുപോലെ കടബാധ്യതകൾ ഏറ്റവും ഉള്ളവരൊക്കെ ഈ കറക്റ്റായിട്ട് നാളെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ ഒരു ദിവസം മറക്കാതെ ചെയ്യാൻ നോക്കുക. ഈ ദിവസം നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമയം രാഹുകാല സമയമാണ്. അതായത് രാവിലെ 10:30 മുതൽ 12 വരെയുള്ള ആ ഒരു രാഹുകാലം വരുന്നത്. ആ സമയത്ത് നമുക്ക് ഈ രാഹുകാല സമയത്ത് നമുക്ക് തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ പോയിട്ട് നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദേവിക്ക് നാരങ്ങ വിളക്ക്, നാരങ്ങ മാല സമർപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മുടെ ദോഷങ്ങളെല്ലാം ശമിപ്പിക്കുകയും പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ് അന്നേ ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. ചിലവർക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് വീടുകളിൽ വൈകുന്നേരങ്ങളിലാണെങ്കിലും കത്തിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നാരങ്ങയുടെ നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കാനുള്ള ഏറ്റവും ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കത്തിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. അത് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കൊളുത്തുമ്പോഴാണ് പൂർണ്ണ ഫലം ലഭിക്കുന്നത്. നിങ്ങൾ നാരങ്ങ വിളക്ക് വാങ്ങിക്കുന്ന സമയത്ത് നാരങ്ങ ഫ്രഷായിട്ട് വാങ്ങിച്ച് നന്നായിട്ട് കഴുകി നല്ല ശുദ്ധമായിട്ട് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ദേവിയുടെ ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുക നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൽ തിരിയിട്ട് കത്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഫ്രഷ് നാരങ്ങമാല, നമ്മൾ ദേവിക്ക് നാരങ്ങമാല സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ വീട്ടിൽ നിന്ന് കോർത്തുകൊണ്ട് പോകുന്ന മാലകൾ കുറച്ച് സമയം കഴിയുമ്പോൾ വാടും. അപ്പോൾ നമ്മൾ അത് അവിടെ ചെന്നിട്ട് ഫ്രഷായിട്ട് വാങ്ങിച്ചിട്ടൊരു മാല പോലെ കോർത്ത് ദേവിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിനാൽ ക്ഷേത്രമുറ്റത്തിരുന്ന് തന്നെ നമുക്ക് മാലകൾ വാങ്ങി അന്നേരം തന്നെ കോർത്ത് ദേവിക്ക് ചാർത്തുന്നത് നല്ലതാണ്. അത് ദേവി കടാക്ഷം ഉടനടി ലഭിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ചിലർക്ക് ജോലി തിരക്കൊക്കെ കണ്ട് മറ്റ് സൗകര്യങ്ങൾ കുറവ് കണ്ടൊക്കെ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എന്ന് വരാം അന്നേ ദിവസം. അപ്പോൾ അവരൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ 10:30ക്കും ഒരു 12 ഇടയിലുള്ള ആ രാഹുല സമയത്ത് വീടിൻ്റെ പൂജാമുറി നിലവിളക്ക് 5 തിരിയിട്ട് നമുക്ക് ശുദ്ധമായിട്ടുള്ള നെയ്യ് ഒഴിച്ച് കത്തിക്കണം. അത് നാളത്തെ ദിവസത്താണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ വിളക്കിന് മുന്നിലിരുന്ന് ഏകാഗ്രതയോടെ നമുക്ക് ദേവിയുടെ നാമങ്ങൾ ചൊല്ലാം. നിങ്ങൾക്ക് ദേവിയുടെ നാമങ്ങൾ ഏതൊക്കെയാണ് ചൊല്ലാൻ അറിയാവുന്നത് അത് നിങ്ങൾക്ക് ചൊല്ലാം. ലളിതാ സഹസ്രനാമം ചൊല്ലാം. പിന്നെ നമ്മൾ ശുദ്ധമായിട്ടായിട്ട് എല്ലാം ചെയ്യാൻ പാടുള്ളൂ.
സമയക്കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ദേവിയുടെ മൂലമന്ത്രങ്ങളോ 7 വിശുദ്ധ നാമങ്ങളോ ഭക്തിയോടെ ജപിച്ചാൽ മതിയാകും. ഇനി വൈകുന്നേര സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ സാധാരണ ചെയ്യുന്ന ലക്ഷ്മി പൂജയ്ക്കൊപ്പം ഐശ്വര്യം ഇരട്ടിയാകാൻ ചില മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഐശ്വര്യത്തിനും ദാരിദ്ര്യനാശത്തിനായിട്ട് നമ്മൾ ഉപ്പ് ദീപം കൊളുത്താറുള്ള ഒരു പതിവുണ്ട്. അത് നമ്മൾ എല്ലാ മാസവും ഉപ്പ് ദീപം കൊളുത്താറുണ്ട്. പല രീതിയിൽ നമ്മൾ ഉപ്പ് ദീപം കൊളുത്താറുണ്ട്. അപ്പോൾ ഈ വെള്ളിയാഴ്ച, അതായത് നാളെ കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ച, നിങ്ങൾ ഈ ഉപ്പ് ദീപം വെക്കുമ്പോൾ മൺപാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് നിരത്തിയിടുക. അതിന് മുകളിൽ ഒരു ചിരാത് വെച്ചിട്ട് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ, ഏറ്റവും നല്ല നെയ്യാണ്. നെയ്യ് മേടിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പല പശുവൊക്കെ ഉള്ളവരുടെ വീട്ടിലൊക്കെ നെയ്യ് എടുക്കുന്നുണ്ടാവും. ഒന്നെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് എവിടെ നിന്നാണോ കിട്ടുന്നത് അത് വാങ്ങിച്ച് നിങ്ങൾ കത്തിക്കുക. അതാണ് ഏറ്റവും നല്ലത്. തിരി നമ്മളിടുമ്പോൾ കിഴക്ക് ദിക്കിലേക്കായിട്ട് വെച്ച് ദീപം തെളിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് നിലവിൽ ഉപ്പ് ദീപം കൊളുത്തി നല്ല പോസിറ്റീവ് അനുഭവങ്ങളുള്ളവരാണെങ്കിൽ ഈ ഉപ്പ് ദീപത്തിൽ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ ശുദ്ധമായിട്ടുള്ള നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് സാധാരണ മൺചിരാതിൽ ദീപം കൊളുത്തി കത്തിച്ചാലും മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഉപ്പ് ദീപം കത്തിച്ചിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നല്ലൊരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ട്, ഉപ്പ് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു അതിൽ നെയ്യ് ദീപം കത്തിക്കാം. അത് ഏറ്റവും നല്ലതാണ് നാളത്തെ ദിവസം കേട്ടോ. അതുപോലെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്, ഭഗവാന്റെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നാളത്തെ ദിവസം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പൂജ നടത്തുമ്പോൾ മഹാലക്ഷ്മി അഷ്ടകമോ കനകധാര സ്തോത്രമോ ഒക്കെ ജപിക്കാം. പിന്നെ അതുപോലെ നമുക്ക് ദേവിക്ക് നിവേദ്യമായിട്ട് എന്തെങ്കിലും, നമുക്ക് ദേവിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുപായസം, അതായത് ശർക്കര പായസമാണ്. അത് കുറച്ചുണ്ടാക്കി ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുന്നത് നല്ലതാണ്. വിശ്വാസത്തോടെയും അതിലേറെ ഭക്തിയോടും കൂടെ നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഈ വരുന്ന കർക്കിടക മാസത്തിലെ ഈ നാളെ, അതായത് 3-ാമത്തെ വെള്ളിയാഴ്ച എന്ന് പറയുന്ന നാളെയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മഹാലക്ഷ്മിയുടെ പൂർണ്ണ അനുഗ്രഹം, കുടുംബത്തിൽ ശാന്തിയും ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാളെ ഉറപ്പായിട്ടും പോകണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ നാളെ കർക്കിടക മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ ദേവീ ക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ പോവാം. അതായത് നമ്മുടെ ദേവി കടാക്ഷത്തിനും സമൃദ്ധിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അപൂർവ ദിനമാണ് നാളെ. അപ്പോൾ ഈ ദിവസം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഏതാണെന്ന് നോക്കാം. നാളത്തെ വെള്ളിയാഴ്ച അവിട്ട നക്ഷത്രം കൂടിച്ചേരുന്ന ഈ ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 10:30 മുതൽ 12 വരെയുള്ള രാഹുകാല സമയത്ത് അമ്പലത്തിൽ ദർശനം നടത്തുന്നത് വലിയ ഫലങ്ങൾ നൽകും. ഇനി രാവിലെ പോകാൻ പറ്റാത്തവർക്ക് വൈകുന്നേരത്തെ ദീപാരാധന സമയത്തും ക്ഷേത്രത്തിൽ പോകാം. ഏത് അമ്പലത്തിലാണ് നമ്മൾ നാളെ പോകണമെന്ന് ചോദിച്ചാൽ, അവിട്ട നക്ഷത്രത്തിൻ്റെ അധീപൻ ചൊവ്വ ഗ്രഹമായതുകൊണ്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിലോ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് പോകേണ്ടത്. അമ്പലത്തിൽ ചെന്നാൽ നമ്മൾ ചെയ്യേണ്ട പ്രധാന വഴിപാട് നാരങ്ങ വിളക്കാണ് കേട്ടോ. ദേവിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള വഴിപാടാണ്. രാഹുകാല സമയത്ത് ദേവിക്ക് മുന്നിൽ നാരങ്ങ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. വീട്ടിൽ നാരങ്ങ വിളക്ക് കൊളുത്തുന്നതിനേക്കാൾ ഇരട്ടി ഫലമാണ് നമ്മൾ അമ്പലത്തിൽ കൊളുത്തുമ്പോൾ ലഭിക്കുന്നത്. അത് നമ്മളിപ്പോൾ അമ്പലത്തിൽ കൊളുത്താൻ പറ്റി നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്താൽ മതി. അപ്പം നമ്മൾ അമ്പലത്തിലാണെങ്കിൽ പോണ സമയത്ത് നമുക്ക് നാളത്തെ ദിവസം ദേവിക്ക് നമുക്ക് നാരങ്ങാമല സമർപ്പിക്കാം. അതുപോലെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. അപ്പം നാളെ ദിവസം നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് അമ്പലത്തിലിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുകയോ, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമ അർച്ചന, അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി എന്നിവയൊക്കെ വഴിപാടായിട്ട് നടത്തുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് ചൊവ്വാദോഷങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കടബാധ്യതകൾ മൂലമൊക്കെ വലയുന്നവർ നാളത്തെ ദിവസം ഉറപ്പായിട്ടും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങളെല്ലാം മാറി ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അന്നേ ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് നാളത്തെ ദിവസം പോകണം. തീർച്ചയായും നാളത്തെ ദിവസം എന്ന് ഈ വഴിപാടുകളൊക്കെ ചെയ്ത് ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത തവണ നമുക്ക് പുതിയ വീഡിയോ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.